ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളോട് സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് സങ്കടകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മുന്നേ വീഡിയോസിലൊക്കെ പറയാറുണ്ടല്ലോ, എൻ്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണെന്നൊക്കെ. അമ്മമ്മ നോമ്പ് 21-ാം തീയതി മരണപ്പെട്ടിട്ടാണ്. അപ്പോൾ ഞാൻ ഇക്കടെ വീട്ടിലായിരുന്നു. അവിടുന്ന് ഞാനൊരു 10:30 ആകുമ്പോഴാണ് കേട്ടോ വിവരം അറിയണത്. അപ്പോൾ അവിടുന്ന് തന്നെ പെട്ടെന്ന് ഞാനിങ്ങോട്ട് വന്ന് ഒരു 11:30-12 മണിയാകുമ്പോഴേക്കും ഞാനിവിടെ എത്തി. റിസാനക്ക് പിറ്റേ ദിവസം എക്സാം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യാനായിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ നമുക്ക് പരിചയമുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നും ഉണ്ടായില്ല. ആ സമയത്തും എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല വരാൻ. അങ്ങനെ നമ്മളിത് മരണം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ സൗണ്ടൊക്കെ കുറച്ച് ഇതുണ്ടാവും. ഞാൻ മൈക്കൊന്നും എടുത്തിട്ടില്ല. ഞാനിങ്ങനെ നെറ്റ് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ടിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണുക. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ പ്രാർത്ഥനകളും എല്ലാം ദിക്കറും മൗലൂദും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള ദിവസങ്ങളാണ് കേട്ടോ ഇനി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും ഇരിക്കുന്നത്. പിന്നെ നോമ്പാണല്ലോ, അപ്പോൾ നോമ്പിറക്കുന്ന സമയത്ത് ഇതെല്ലാവരും വേഗം റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതെല്ലാവരും ഉമ്മയുടെ മക്കളും പേരക്കുട്ടികളാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ആൾക്കാർ. പുറത്തുനിന്ന് ആരും വിളിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും കൂടി ആകുമ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ മുഴുവനായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. കുറേ ആൾക്കാർക്ക് ആ ഒരു സമയമാകുമ്പോഴേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ ആയിട്ട് മക്കളും പേരക്കുട്ടികളും ഒക്കെയാണ് കേട്ടത്. ഉമ്മമ്മയുടെ മരണം എന്ന് വെച്ചാൽ ആൾ സുഖമില്ലാതെ കിടക്കുകയാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കാരണം എല്ലാവരുമായിട്ട് അങ്ങനെയാണ്. കുട്ടികളായിട്ടാണെങ്കിലും കുറേ കളിക്കും, കുറേ ദേഷ്യപ്പെടും, അടി കൂടും, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും എല്ലാവർക്കും അത്രയും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഉമ്മമ്മ നല്ല സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ മടങ്ങിയത്. മരിക്കണ സമയം വരെ എല്ലാവരും അടുത്തുണ്ടായിരുന്നു. എല്ലാവരും കാണാൻ പറ്റി. നല്ല സന്തോഷത്തിലാണ് കേട്ടോ മടങ്ങിയത്. പിന്നെ നമുക്ക് ഒരു സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വയ്യാതെ ഇത്രയും സുഖമില്ലാതായിട്ടാണ് കേട്ടോ മരണപ്പെട്ടത്. പിന്നെ അത്രയും ബുദ്ധിമുട്ടിയിരുന്ന അസുഖങ്ങൾ നോക്കാൻ ആളില്ലാച്ചിട്ടല്ല, പക്ഷെ അസുഖം കാരണം ഉള്ളൊരു വയ്യായിക കാരണം ഉള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ആൾക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും നമുക്ക് എപ്പോൾ കാണുമ്പോഴും ആൾക്ക് എടുപ്പ് കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അങ്ങനെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ എല്ലാവരുടെ വീടും അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ അവിടേക്ക് കിടക്കാൻ വേണ്ടി പോകും. എല്ലാവർക്കും കൂടി കിടക്കാൻ ചൂടാണല്ലോ. അപ്പോൾ അവരപ്പുറത്ത് താത്താരുടെ വീട്ടിലൊക്കെ പോയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ അവർ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. വേറെ ആരും പോകണമെന്നില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. കുട്ടികൾ മാത്രം അവിടെ പോയി കിടക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവർ 2-3 ദിവസമായിട്ട് ഇപ്പോൾ അവിടെ പോയിട്ടാണ് കിടക്കുന്നത്. ഞാനിനി വീട്ടിലേക്ക് നാളെ എന്നിട്ട് പോവുള്ളൂ. കാരണം അമ്മമ്മയുടെ ഒരു ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇനി പോവുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണ് പിരിയുള്ളൂ. ഞാനിപ്പോൾ പോയി കഴിഞ്ഞാലും പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥനയിലും ഒക്കെ പങ്കെടുക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ അവിടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു കുഞ്ഞു വ്ളോഗാണ്. നമ്മൾ വീഡിയോ ഇടാത്തതിൻ്റെ ഒരു കാരണമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.